ഇല്ല, അത്ര ഹോണ്ടിങ് എക്സ്പീരിയൻസ് അല്ല, പക്ഷെ ഭൂതബാലം ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് പുള്ളിയുടെ. അതുകൊണ്ട് ഇങ്ങനെ ഞെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പ്രണവിനെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്ത് പറയുന്നതാണ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതങ്ങനെയല്ല, നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക്. DSERA ദ ഡെത്ത് ഓഫ് റാത്ത്. അപ്പോൾ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ വന്ന ലോ ഹൈപ്പിൽ വന്നൊരു സിനിമയ്ക്ക് ഒരൊറ്റ രാത്രിയിലെ പ്രീമിയർ ഷോ ഉണ്ട്. വമ്പൻ ഹൈപ്പും ബുക്കിങ്ങും ഒക്കെയാണ് കയറിയിട്ടുള്ളത്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഹൊറർ സിനിമകളുടെ എല്ലാം റെക്കോർഡ് തകർക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് പകൽ DSERA കാണാനിറങ്ങിയ ഓഡിയൻസിനോട് ഒരു ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവർ നിങ്ങൾക്ക് ഇതിലെ ഫേവറേറ്റ് സീൻസും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെയും പറ്റിയൊക്കെ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ DSERA കണ്ടവർ പകൽ കണ്ട് ഞെട്ടുമോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നേരെ DSERA റിവ്യൂല് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു തരുന്നുണ്ട്. ഇപ്പൊ ഇത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇടയ്ക്ക് മിക്കവാറും ഉള്ളതിലെല്ലാം നമുക്കിപ്പോൾ അത് വരും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്നതുകൊണ്ട് ഇങ്ങനെ ഞെട്ടേണ്ട ആവശ്യം. പടം സൂപ്പറാ, അടിപൊളി. എല്ലാ സീൻസും നല്ല ഭംഗിയാ, നല്ല രസമുണ്ട്, നല്ല രീതിയിലാ. പിന്നെ എന്നാലും പെട്ടെന്ന് പേടിക്കാൻ തക്കണ ഒരു ഗ്യാപ്പ് നമുക്ക് തരുന്നുണ്ട്. നല്ല അടിപൊളി സിനിമ. പ്രതീക്ഷിച്ചില്ല. ഒന്നും പറയല്ല ചേട്ടാ, മൊത്തം കളി പോയി കിടക്കുക. ഞെട്ടി പേടിച്ചിരിക്കുക, കളി പോയി കിടക്കുക. എന്ത് പറയണോന്ന് വയ്യാത്ത ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിളവിനെ കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേട്ടനെ കുറിച്ച് അപ്പോട്ടെ വേറെ ലെവലാക്കി കളഞ്ഞു. അടിപൊളി. രാവിലെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബ്രോ, പക്ഷേ ഞാനൊരു പ്രതീക്ഷയിലാണ് വന്നത്, അതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ. അത്രയ്ക്കില്ല, നല്ലൊരു മിഡ് പടമായിട്ടാണ് ഫീൽ ചെയ്തത്. അത്യാവശ്യം ഹൊറർ എലമെന്റ്സ് കുറവാണ്. ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ സീൻസ് വേണമെന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ വയലൻസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പടങ്ങൾ ഓൾറെഡി കണ്ടോണ്ട് നമുക്കൊരു അതായിരിക്കാം, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അത് വന്നില്ല. പിന്നെ കുറച്ചുകൂടെ മ്യൂസിക് വെച്ചിട്ടാണ് അവർ ഇതാക്കി നോക്കിയത്. കുറച്ചുകൂടെ സീൻസ് കാണാനെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മിഡ് പടമായിട്ട് എന്തായാലും തിയേറ്ററിൽ ഒരു വട്ടം വാച്ച് ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ്. പ്രണവിൻ്റെ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. കാരണം അത് ഒറ്റയ്ക്ക് ഒരു പടം കൊണ്ടുപോകണമല്ലോ. അപ്പം അത് ഒരിക്കലും നമ്മളെപ്പോഴും പ്രണവിനെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്ത് പറയുന്നതാണ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതങ്ങനെയല്ല, നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രണവിനെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു. മലയാളത്തിലെ ഹൊറർ പടങ്ങളിൽ ഒരു ബെഞ്ച് മാർക്ക്. അതെ മലയാളത്തിലെ, പക്ഷേ ഭൂതകാലം ഒക്കെ ഇച്ചിരൂടെ ഇതായിട്ട് തോന്നി എനിക്ക്. അത്ര എത്തിയില്ല. ഓക്കെ, ബ്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ മുന്നത്തെ 2 പടങ്ങളെന്ന് വെച്ചാൽ ഒരു സൈലൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ഒരു ഇത് നിൽക്കുന്ന തരത്തിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു എഫക്റ്റ് കിട്ടി. നല്ല പടമായിരുന്നു. അത്യാവശ്യം ഹൊററൊക്കെ നൈസിന് വർക്കായിട്ടുണ്ട്. എന്നാലും ഇച്ചിരൂടെ വരായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. മ്യൂസിക് വെച്ച് പടം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് വരെ മ്യൂസിക്കാണ് ഈ പടത്തിനെ അത്രയും കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് അത്യാവശ്യം ലാസ്റ്റ് കുറച്ച് ക്യാമിയോസ് കുറച്ച് സംഭവം ഉണ്ടായിട്ട് അത് ഇച്ചിരി നൈസായിരുന്നു. രാത്രി റിവ്യൂ ഒക്കെ കണ്ട് പേടിക്കാൻ വന്നതാണോ? ഇല്ല, പടം വലിയ മോശം, കുഴപ്പമില്ല. എന്നാലും പ്രതീക്ഷ ഒരു പേടിക്കുന്ന ഒരു പരിപാടി ഒന്നുമില്ല, വലുതായിട്ടൊന്നുമില്ല. അതെന്താ പറ്റി? എക്സ്പെക്ട് ചെയ്തൊന്നുകൊണ്ടാണോ? എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല, വെറുതെ പൈസ പോയി, എത്രയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോ തന്നെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. അത്യാവശ്യം അല്ല, ഞാൻ എഴുന്നേറ്റപ്പോഴേ അതാ നോട്ടിഫിക്കേഷൻ വന്നത്. രാവിലെ കണ്ടപ്പോ എങ്ങനെയാണ്? ഞെട്ടിയോ ശരിക്കും? സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു വരുമ്പോ. എനിക്കാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും പേടിയുള്ള സംഭവം അറ്റാക്ക് വരുമെന്ന് പേടിച്ചാ വന്നത്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഇല്ലെങ്കിലും ഇപ്പൊ ഭൂതകാലത്തിന്റെ ഒക്കെ ഒരു ടോൺ നമുക്കറിയാലോ. ഭയങ്കരമായിട്ട് ഈ വന്ന് പേടിപ്പിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിലും ഈ സൈലന്റ് ആയിട്ട് ചില ഈ നിഴലുകൾ കാണിച്ചു, അല്ലാണ്ട് ഈ സൈലൻസ്. പിന്നെ പുള്ളിയുടെ ആക്ടിങ് വെച്ച് ഷൈൻ്റെ ആക്ടിങ് വെച്ചില്ലായിരുന്നു നമ്മളെ ഒരു സൈലൻസ് ഒക്കെ ഇല്ലായിരുന്നു. ആ ഒരു തന്നെയാണ് പിടിച്ചിരിക്കുന്നത് പുള്ളിയുടെ ആ ഒരു. ഭൂതകാലം പോലെ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് കിട്ടിയോ? ഇല്ല, അത്ര ഹോണ്ടിങ് എക്സ്പീരിയൻസ് അല്ല, പക്ഷെ ഭൂതബാലം ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് പുള്ളിയുടെ. എനിക്കൊന്ന് രാത്രി കണ്ട കുറച്ചുകൂടി എഫക്റ്റ് ആയിരുന്നു. രാത്രി നല്ല എഫക്റ്റ് ആയിരിക്കും. രാവിലെ ആയതുകൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ രാത്രി നല്ല എഫക്റ്റ് ആയിരിക്കും. എടുത്തു പറയാനായിട്ട് എന്താണ് സീനൊക്കെ പറയാൻ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും? എസ്തറ്റിക് കുഞ്ഞമ്മയുടെ അവന്റെ ഒരു ആക്ടിങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സീൻ മാത്രമല്ല എനിക്ക് പേഴ്സണലി ഓർമ്മ നിൽക്കുന്ന മനസ്സിൽ. അത് നല്ലൊരു സീനാണ്. എന്നാലും ഇങ്ങനെ കണ്ണ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്ന തരം അങ്ങനത്തെ ഇല്ല, അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് കുറച്ചൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് വലുതായിട്ട് ക്ലീശയായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു സട്ടിലായിട്ട് കണ്ടിരിക്കാവുന്ന ടെംപ്ലേറ്റ് ഹൊറർ പടം തന്നെയാണ്. അതെ, പുള്ളിയുടെ ഒരു ടെംപ്ലേറ്റ് തന്നെ പിടിച്ചിരിക്കുന്നത്. എങ്കിലും ഭൂതകാലത്തിന്റെ അത്ര എത്തിയില്ല. പിന്നെ പ്രണവിന്റെ കരിയർ ബേസ്ഡ് ആക്ടിംഗ് എന്ന് പറയും. ഇതുവരെ വന്നതിൽ ഗ്രാഫ് മേലോട്ട് തന്നെ പോകുന്ന രീതിയിലൂടെ മ്യൂസിക് നല്ലായിരുന്നു. ആ ഒരു ഫീലൊക്കെ എലിവേറ്റ് ചെയ്യുന്ന കണക്കുള്ള മ്യൂസിക് ആയിരുന്നു. ഭയങ്കര ഇന്റൻസ് ഹൊറർ കിട്ടിയോ? ഹോണ്ടിങ് എക്സ്പീരിയൻസ് ഇതൊരു വേറെ ടൈപ്പ്, ഇതുവരെ നമ്മൾ കാണാത്ത ടൈപ്പ്, ഒരു മലയാള പടത്തിൽ കാണാത്ത ടൈപ്പുള്ള ഒരു ഹൊറർ എലമെന്റ്സ് സംഭവം. നല്ലായിരുന്നു, പടം കൊള്ളായിരുന്നു. നല്ല മ്യൂസിക്കും നല്ല രസം. മ്യൂസിക്കാണ് പിടിച്ചിരുത്തിയത്. മ്യൂസിക്കാണ് പിടിച്ചിരുത്തിയത്. പ്രേതപ്പടം കണ്ട് പേടിക്കാം, കുറച്ചു നേരം പേടിക്കാനുണ്ട്, സസ്പെൻസും ഉണ്ട്. എന്നാലും ഒരു സീറ്റഡ് ത്രില്ലർ നമ്മളെ
കണ്ടപ്പോൾ നന്നായിട്ടുണ്ട്. ഓക്കെ പ്രേതപ്പടം പ്രേതം